യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശങ്ങൾക്കെതിരെ ഇറാൻ. യാഥാർത്ഥ്യബോധമില്ലാത്ത നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഇറാന്റെ പരാമർശം. അതിനിടെ ആയത്തുള്ള അലി ഖമേനി തന്റെ 3 പിൻഗാമികളെ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ ഭാരതാംബയുടെ കാര്യത്തിൽ തർക്കങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഓരോ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഓരോ ദിവസവും കാണുന്നത്. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം നോക്കാം 10 പ്രധാന വാർത്തകൾ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളെ പഴിച്ചു മന്ത്രി വി ശിവൻകുട്ടി. ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന കുട്ടികളുടെ പിടിവാശിയാണ് പ്രശ്നമെന്ന് മന്ത്രി. ഹയർ സെക്കൻഡറി കൊണ്ടുവന്നവർ വരുത്തിയ വീഴ്ചയെന്നും തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നും മന്ത്രി. ഭാരതാംബയിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവനും സർക്കാരും. ഭാരതാംബയെ സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് ഗവർണർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകും. ഇറങ്ങിപ്പോയത് ഭരണഘടന സംരക്ഷിക്കാനെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് മന്ത്രിയെ കരിങ്കൊടി കാണിച്ച് ABVP. ഭാരതാംബ ചിത്രവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP പ്രതിഷേധം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തെളിഞ്ഞ പിണറായിയേക്കാൾ നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതെന്ന് PV അൻവർ. സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുമെന്നും കേന്ദ്രമന്ത്രി. ഇന്ത്യക്കെതിരെ എന്തു ചെയ്താലും കടുത്ത തിരിച്ചടിയെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. റോഡ് പൂർത്തിയാക്കാത്തത് ഫണ്ട് വകമാറ്റാനെന്ന ആക്ഷേപവുമായി കോൺഗ്രസും BJPയും. സ്ഥലം ഏറ്റെടുത്തിട്ടും റോഡ് പണിയാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. ടോപ് 10 സ്പെഷ്യൽ. കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തം. മന്ത്രി റോഷി അഗസ്റ്റിന് കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ജിയോ ബാഗുകൾ തകർന്നതോടെ കാസർഗോഡ് കോട്ടിക്കുളം തൃക്കണ്ണാട് കടപ്പുറത്തും രൂക്ഷമായ കടലേറ്റം. അമൃത ന്യൂസ് പരമ്പര കണ്ണീർ കടലോരം. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനുമെന്ന സന്ദേശത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് രാജ്യം. ഇന്ത്യയിൽ സംഘടിപ്പിച്ചത് 8 ലക്ഷം കേന്ദ്രങ്ങളിൽ. ലോകരാജ്യങ്ങൾക്കൊപ്പം UN-ലും ദിനാചരണം. യോഗ വ്യായാമമുറ മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള സമഗ്ര സാധനയെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ലീഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. 471 പുറത്ത്. ജസ്വാളിനും ഗില്ലിനും പിന്നാലെ ഋഷഭ് പന്തിനും സെഞ്ചുറി. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള 4ാം വിമാനവും ഡൽഹിയിലെത്തി. 256 പേരിൽ ഒരു മലയാളി. ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും. വധഭീഷണിയെ തുടർന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബങ്കറിൽ. പിൻഗാമിയായി 3 പേരെ നാമനിർദ്ദേശം ചെയ്തതായി റിപ്പോർട്ട്. സ്റ്റോറി ഓഫ് ദ ഡേ. ഒന്നിച്ചു വന്നവർ ഒന്നിച്ച സന്തോഷം. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളെ പഴിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന പിടിവാശി ചിലർക്കുള്ളതാണ് സീറ്റ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഒരു ക്ലാസ്സിൽ 60 മുതൽ 65 കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശി. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് തുറന്നു പറയുന്നത്. ഈ പ്രതിസന്ധിക്ക് കാരണം സീറ്റ് ലഭിച്ചിട്ടും ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന പിടിവാശിയാണെന്നും മന്ത്രി പറഞ്ഞുവെക്കുന്നു. ഒരു ക്ലാസ്സിൽ 60 മുതൽ 65 വരെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഹയർ സെക്കൻഡറി സംവിധാനം നിലവിൽ വന്നപ്പോൾ ചിലർ ചെയ്തതിന്റെ ഫലമാണ് അതിന്റെ കാരണം. അതിനുത്തരവാദി താനല്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കിന്റെ പ്രകാരം മിച്ചം സീറ്റും കൂടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പം വീണ്ടും മിച്ചം വരും. പിന്നെ ഇത് വേറൊരു പ്രശ്നമുണ്ട്. അതാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയപ്പെടുന്നത്. മാത്തമെറ്റിക്സ് ആണ് എനിക്ക് ആഗ്രഹം, അത് കിട്ടില്ല, ഞാൻ ചേരില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പം നമുക്ക് ഈ അടുത്ത വർഷം ഞാൻ ഒരു കാര്യം ഇപ്പോഴേ ആലോചിക്കുന്നത്, ഈ വർഷം കഴിഞ്ഞ വർഷത്തെയും അഡ്മിഷൻ്റെ ഒരു പഠനം നടത്തിയ ശേഷം എത്ര സീറ്റ് മിച്ചം വന്നിട്ടുണ്ട്, ഏതെല്ലാം സബ്ജക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ആ വർഷങ്ങളിൽ ഡിമാൻഡും കൂടെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്യാൻ വേണ്ടി പോവുക.
അലോട്ട്മെന്റുകൾ പൂർത്തിയായാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഇത്തവണ പരാതികളില്ലാതെ +1 പ്രവേശനം നടത്താൻ സാധിച്ചു. +1 പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും റീ അലോട്ട്മെന്റിൽ അപേക്ഷ നൽകാൻ സാഹചര്യമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഭാരതാംബ വിവാദം കൊഴുക്കുന്നതിനിടയിൽ കാവിക്കൊടിക്ക് പകരം ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി BJP. നിലപാടിൽ മാറ്റമില്ലാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കാവിക്കൊടി ഏന്തിയ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയും പുഷ്പാർച്ചന നടത്തിയുമാണ് രാജ്ഭവനിലെ യോഗാദിന പരിപാടികൾ ആരംഭിച്ചത്. യോഗാദിനത്തിലും കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രംഗത്തെത്തി. രാജ്ഭവനിലെ യോഗാദിന പരിപാടികൾ തുടങ്ങിയത് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയും പുഷ്പാർച്ചന നടത്തിയുമാണ്. RSS ഉപയോഗിക്കുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ചർച്ചയായിരിക്കെ സംസ്ഥാന BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കാവിക്കൊടിക്ക് പകരം ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം BJP പോസ്റ്റ് ചെയ്തതും വിവാദമായി. കാവിക്കൊടി കയ്യിലേന്തിയ ഭാരതാംബ ചിത്രം ഗവർണർ രാജ്ഭവനിൽ വച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് RSS BJP നേതാക്കൾ വാദിക്കുന്നതിനിടെയാണ് പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങിലെ നോട്ടീസിലെ ചിത്രത്തിലും മാറ്റമുണ്ട്. അതിൽ വിശദീകരണവുമായി BJP നേതൃത്വം രംഗത്തെത്തി. കൊടിയുടെ നിറമല്ല ഭാരതാംബ എന്ന സങ്കല്പത്തോടാണ് മന്ത്രിമാർക്ക് എതിർപ്പെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. ഇനി ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ, ഭാരതാംബയുടെ അല്ല എങ്കിൽ, ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ച് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ചിത്രം, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിൻ്റെ അടിസ്ഥാനം. അവരുടെ തർക്കത്തിൻ്റെ അടിസ്ഥാനം അവിടെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ആളുകൾ ഭരണഘടനയോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഭരണഘടന സംരക്ഷിക്കാനെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അവിടെ ഗാന്ധിജിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രമാണ് വച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നുവെന്നും ABVP കരിങ്കൊടി കാണിച്ചത് രാജ്ഭവൻ നിർദ്ദേശം പാലിച്ചെന്നും മന്ത്രി പറഞ്ഞു. എത്രമാത്രം ധിക്കാരവും എത്രമാത്രം വെല്ലുവിളിയും എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്താമോ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചാണ് ഇക്കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതാംബ വിവാദത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BJP പാപ്പനംകോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ചും ഓഫീസിന് മുന്നിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ യുവമോർച്ച കരിങ്കൊടി കാണിച്ചതിൽ സംഘർഷം. കോഴിക്കോട് തളി സ്കൂളിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെ SFIക്കാർ തടയാനെത്തിയതാണ് സംഘർഷത്തിന് കാരണം. പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവമോർച്ച പ്രവർത്തകനെ SFIക്കാർ മർദ്ദിച്ചതായി പരാതി. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധവുമായെത്തി. തളി സ്കൂളിന് പുറത്ത് V ശിവൻകുട്ടിയുടെ കോലം BJP പ്രവർത്തകർ കത്തിച്ചു. സംഭവത്തിൽ 7 യുവമോർച്ച പ്രവർത്തകരെയും 7 SFI പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂരിൽ ഒരേ സമയം പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ജനമനസ് കൃത്യമായി നിർവചിക്കാൻ മുന്നണികൾക്കാകുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ നേരിയ വോട്ടിന് നിലമ്പൂർ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. വിവാദങ്ങളും വികസനവുമെല്ലാം ഏറെ ചർച്ചയായ നിലമ്പൂരിൽ ജനമനസ് ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. പ്രചാരണത്തിന്റെ തുടക്കം മുതലുണ്ടായ മേൽക്കൈ വോട്ടെടുപ്പിലും പ്രകടമാണെന്നാണ് UDF വിലയിരുത്തൽ. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 10,000-ത്തിനു മേൽ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ കൃത്യമായി UDFിൽ തന്നെ വീഴ്ത്താനായി എന്നതും കോൺഗ്രസിന്റെ അകത്ത പ്രശ്നങ്ങൾ വോട്ടെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ ഇടതുപക്ഷം കോൺഗ്രസിലെ പ്രശ്നങ്ങളിലും അൻവർ പിടിക്കുന്ന വോട്ടിലുമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. PV അൻവർ കൂടുതലായി പിടിക്കുന്ന ഓരോ വോട്ടും UDFിന്റെ സാധ്യത ഇല്ലാതാക്കും എന്നാണ് ഇടതു പ്രതീക്ഷ. എന്നാൽ നേരത്തെ 75,000 വോട്ട് നേടി വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച PV അൻവർ UDF ജയിക്കുമെന്ന സൂചനയാണ് അവസാനം പങ്കുവയ്ക്കുന്നത്. പിണറായി സത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ
CPM നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. അവിടെ 2 പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായി സത്യത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പോൾ ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അതേസമയം NDA മലയോര മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ നേടി ശക്തമായ സാന്നിധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 2 നാൾ മാത്രമാണ് ബാക്കി. സ്ഥാനാർത്ഥികളെ പോലെ തന്നെ നിലമ്പൂരിലെ ജനങ്ങളും കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലാണ്. നിലമ്പൂർ ആർക്കൊപ്പം എന്നറിയാൻ ഈ വരുന്ന 23 വരെ കാത്തിരിക്കണം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് തേടാം. ചേട്ടാ, നിലമ്പൂരിൽ വോട്ട് പെട്ടിയിലായി. എന്താണ് ഇപ്പം നിലവിലൊരു അവസ്ഥ? എങ്ങനെയായിരിക്കും നിലമ്പൂരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാപ്പുട്ടിക്കാനെ മനസ്സിലായോ? നമ്മളിവിടെ ബാപ്പുട്ടിക്ക എന്ന് പറയുക. ആര്യാടൻ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. അപ്പോൾ ഇത്തവണ മണ്ഡലം UDF തിരിച്ചു പിടിക്കും? തീർച്ചയായിട്ടും, യാതൊരു സംശയവും വേണ്ട അതിൽ. ചേട്ടാ, ഇത്തവണ നിലമ്പൂർ മണ്ഡലം ആര് പിടിക്കും? സ്വരാജ്. അതിനപ്പുറം ഒരു ഇതില്ല. വികസനത്തിൻ്റെ ഭരണ വിരുദ്ധതയൊന്നും ഇവിടെ ആവില്ല. ഇവിടെ കണ്ട സ്കൂള്, റോഡ്, പിന്നെ ആശുപത്രി, എന്ത് സംഗതികളിലും ഇതുള്ളതാണ്. പിന്നെ സ്വരാജ് എന്നുള്ളതും പാർട്ടി ചിഹ്നം എന്നുള്ളതിലും ഉജ്ജ്വലമായി പ്രവർത്തകർ വർക്ക് ചെയ്തതിൻ്റെ ഇതും ഫലം തിങ്കളാഴ്ച കാണും. ചേട്ടാ, ഇത്തവണ എങ്ങനെയായിരിക്കും നിലമ്പൂരിലെ ജനവിധി? ഇപ്രാവശ്യം ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്ത് ഒരു 15-ൻ്റെയും 20-ൻ്റെ ഉള്ളിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് പദ്ധതികൾ ഇവിടെ നഗരസഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും പിന്നെ നഗരസഭേൻ്റെ ചെയർമാനായിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോഴും ഒരുപാട് പദ്ധതികൾ ഷൗക്കത്ത് കൊടുത്തിരിക്കുന്നു. ആരായിരിക്കും നിലമ്പൂരിൽ ഇത്തവണ? ഉറപ്പിക്കാൻ വയ്യ, പ്രവചിക്കാൻ വയ്യ. തുല്യാണ് UDF LDF ഏകദേശം. 23-ന് ആർക്കായിരിക്കും അനുകൂലമായിട്ടുള്ള വിധി വരുന്നത്? ഈ അനുകൂലമായിട്ടുള്ള വിധി വരാൻ ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഭരണത്തിൽ ആരിരുന്നാലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം നിലമ്പൂരിൽ ആര് MLA ആയി വന്നാലും ശരി നല്ലൊരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തവണ നിലമ്പൂർ ആര് പിടിക്കും? പ്രാവശ്യം നിലമ്പൂർ LDF പിടിക്കും. ഉറപ്പാണോ? സ്വരാജ്. എന്താ കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ സ്വരാജ് ഒരു നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് സ്വരാജ് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമായൊരു മറുപടി നൽകാൻ നിലമ്പൂരുകാർക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ മത്സരം അത്ര ശക്തമാണ്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, നിലമ്പൂർ. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം ഒരു കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും അമിത്ഷാ പറഞ്ഞു. അന്താരാഷ്ട്ര കരാറുകൾ റദ്ദാക്കാൻ ആർക്കും സാധിക്കില്ല. എന്നാൽ അത് മരവിപ്പിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം നമ്മൾ മാത്രം ഉപയോഗിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മു കാശ്മീരിലെ പാവപ്പെട്ട ജനതയുടെ സമാധാനം തകർക്കാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച തടയാനുമാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്താലും കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഉടമ്പടിയെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ അത് ലംഘിക്കപ്പെട്ടാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. പാകിസ്ഥാന് അന്യായമായി ലഭിച്ചിരുന്ന വെള്ളം തുടർന്നും ലഭിക്കാതെ പാകിസ്ഥാൻ വലയുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നീക്കങ്ങൾ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോഴിക്കോട് നഗരത്തിന്റെ തിരക്ക് കുറയ്ക്കാനുള്ള വികസന പദ്ധതികളിലെ പ്രധാന റോഡായ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് പദ്ധതി മലാപ്പറമ്പിൽ അവസാനിപ്പിച്ചു. 8 കിലോമീറ്ററിലധികം ഉണ്ടായിരുന്ന പദ്ധതി 5 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തി. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ പദ്ധതി വെട്ടിച്ചുരുക്കിയത് എങ്ങനെയെന്ന് നാട്ടുകാർക്കും നിശ്ചയമില്ല. മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള പാതയുടെ നവീകരണത്തിന് 2008-ലാണ് ഭരണാനുമതി ലഭിക്കുന്നത്. എന്നാൽ 8.5 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന പദ്ധതി 5 കിലോമീറ്ററിൽ അവസാനിപ്പിച്ചപ്പോൾ ഉദ്ഘാടനവും കഴിഞ്ഞു.
ഇതാണിപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് 8.4 കിലോമീറ്റർ റോഡ് പദ്ധതി 5.1 കിലോമീറ്ററിൽ അവസാനിച്ചപ്പോൾ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പദ്ധതി വെട്ടിച്ചുരുക്കിയതിൽ ഗൂഢാലോചന ആരോപിച്ച് കോൺഗ്രസും MP MK രാഘവനും ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് പദ്ധതി മാനാഞ്ചിറ മലാപ്പറമ്പാക്കി മാറ്റിയതാര്? ഏതുത്തരവിലൂടെയാണ് അങ്ങനെയൊരു മാറ്റം ഇതിൽ സംഭവിച്ചത്? അത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് നേരത്തെ പ്രഖ്യാപിച്ച അതേ രീതിയിൽ അതേ ഉത്തരവ് പ്രകാരം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണം. വികസനമെത്താത്ത മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള 3.3 കിലോമീറ്ററിലാണ് വാഹനത്തിരക്ക് ഏറ്റവും കൂടുതൽ. ഈ ഭാഗത്ത് അപകടകരമായ 3 വളവുകളുമുണ്ട്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള ഭാഗം ദേശീയപാത 766ന്റെ ഭാഗമാണെന്നും ഇവിടെ പ്രവൃത്തി നടത്താൻ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വാദം. ഇത്തരമൊരു പദ്ധതി തന്നെയില്ലെന്നും ഫണ്ട് വകമാറ്റാനുള്ള തന്ത്രമാണെന്നും ആരോപിച്ച് BJPയും പ്രതിഷേധത്തിലാണ്. ഇതിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്. ഒറ്റ പദ്ധതി 2 പദ്ധതിയാക്കി മാറ്റിയതിന് പിന്നിൽ ഫണ്ട് വകമാറ്റി ചെലവഴിക്കലാണ്. നിലവിൽ ഒരു കേന്ദ്ര പദ്ധതിയും 766 NH നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ സാങ്ഷന് വന്നിട്ടില്ല. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ പദ്ധതി പൊടുന്നതിനെ പാതിയിൽ നിലച്ചതിന് മാത്രം പക്ഷേ കൃത്യമായ ഉത്തരമില്ല. വർഷങ്ങളായി വികസന പദ്ധതിക്കായി ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണൻ ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന ആക്ഷൻ കമ്മിറ്റി നടത്തിയ നിരന്തര സമരങ്ങളോടുകൂടെയാണ് സർക്കാർ നീതികേട് കാണിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നഗരത്തിരക്ക് കുറയ്ക്കാനാകുമായിരുന്ന മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് പദ്ധതി എങ്ങനെ മലാപ്പറമ്പിൽ അവസാനിച്ചുവെന്ന് നാട്ടുകാർക്കും അറിയില്ല. പദ്ധതി മലാപ്പറമ്പിൽ അവസാനിപ്പിക്കുമായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കിയതെന്നും നാട്ടുകാർ ചോദിക്കുകയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. പക്ഷെ വെള്ളിമാടുകുന്ന് വരെ പീഡിയക്കാരൊക്കെ അത് ഒഴിഞ്ഞു കൊടുത്ത് വീതിയായി കിടക്കുന്നുണ്ട്. അതിപ്പോൾ അനാഥയായി കിടക്കുക. അതുകൂടി ചെയ്യുന്നതാണ് ഇതിൻ്റെ കൂടെ ഭംഗി. എന്നാലും കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഇക്കറാൻ്റെ അടുത്ത് വേദയാസിൻ്റെ അടുത്തൊക്കെ ബ്ലോക്കായി പ്രശ്നം. പാച്ചാക്കിൽ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ അവിടെ വണ്ടിക്കാർക്ക് പോകാൻ കഴിയുന്നൊന്നുമില്ല. അതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും മഴ കഴിയേണ്ടി വരും ഇവർക്ക് പണി ക്ലിയർ ചെയ്യാൻ. ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്ഥാനം അവിടെയാണ്. അതൊന്നും ഇപ്പോൾ ഇതാകുന്നില്ല. അവിടെ കുറേ വണ്ടി അവിടെ കൊണ്ടിട്ട് കുറേ വണ്ടി താഴെ റോഡുമ്പോൾ കൊണ്ടിട്ട് കുറേ ഇവിടെ അങ്ങനെ കഴിക്കാം. ഞങ്ങൾക്ക് പണിയെന്ന് പറഞ്ഞ സാധനമില്ല. ഇങ്ങനെ വെറുതെ കുത്തിരിക്കുക. NH66 കൂടി ചാലുവാകുമ്പോൾ വളരെ കൺജസ്റ്റഡ് ആവും. അപ്പോൾ റോഡ് ഓൾറെഡി ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ റോഡ് എക്സ്പാൻഡ് ചെയ്ത് എന്നാൽ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയുന്നില്ല. ലാൻഡ് ഇവിടെ ഓൾറെഡി അവരെന്ത് ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവരെന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്, അല്ലാണ്ട് ഓരോ എന്താ പറയുക അവരെ ഈഡൻ അജണ്ട നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ഗവൺമെൻറ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രാഗേഷ് നൽകും. രാഗേഷ്, പദ്ധതി ആരംഭിക്കുമ്പോൾ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് വരെ എന്നായിരുന്നു ഈ പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിരുന്നത്. ഒപ്പം പിന്നീട് എങ്ങനെയാണ് ഈ പദ്ധതി പകുതി വഴിയിൽ നിന്നുപോയത്? എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? അതെ, 2008 മുതൽ ഭരണാനുമതി ലഭിക്കുമ്പോൾ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ റോഡാണിപ്പോൾ മലാപ്പറമ്പിൽ അവസാനിച്ചിട്ടുള്ളത്. 2008 തന്നെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള ഈ റോഡ് പക്ഷേ പിന്നീട് 2011 ഫയൽ കാണാതാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് നിരന്തരമായി ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഡോക്ടർ MGS നാരായണനെ പോലുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അങ്ങനെയാണ് വീണ്ടും ഫയൽ പൊങ്ങി വരുന്നത്. ഭൂമാഫിയയാണ് ഇതിന് പിന്നിൽ. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ തടയുകയായിരുന്നു ലക്ഷ്യമെന്നായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. അതിനുശേഷമാണ് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഈ പദ്ധതി അവസാനിക്കുമ്പോൾ മലാപ്പറമ്പിൽ അവസാനിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസും BJPയും ആവശ്യപ്പെടുന്നത്. ഏതായാലും ശരി, ഈ ഒരു റോഡിന്റെ പൂർത്തീകരണം സംഭവിക്കണമെങ്കിൽ അത് മലാപ്പറമ്പ് വരെ അവസാനിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് ഇതിന്റെ ഉപകാരം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. NH 766 വരുമ്പോൾ കേന്ദ്ര അനുമതിയിൽ അത്തരമൊരു റോഡിന്റെ വികസനം പൂർത്തിയാകുമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ വ്യർത്ഥമാണ് എന്നുള്ളതാണ് BJPയും കോൺഗ്രസും ആരോപിക്കുന്നത്.
കടലാക്രമണ ദുരിതം നേരിടേണ്ടതിന്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് കാസർഗോഡ് കോട്ടിക്കുളം തൃക്കണ്ണാട് കടപ്പുറം. പ്രദേശത്ത് കടലാക്രമണം ചെറുക്കാനായി നിക്ഷേപിച്ച ജിയോ ബാഗ് അടക്കം തകർന്നു കിടക്കുകയാണ്. തീരദേശ ജനതയ്ക്ക് അധികൃതർ കഴിഞ്ഞ വർഷം നൽകിയ ഉറപ്പുകൾ ഇതുവരെ നടപ്പാക്കിയില്ല. തൃക്കണ്ണാട് കടപ്പുറത്തെ കടലാക്രമണത്തിന്റെ ഭീകരത ദൃശ്യങ്ങളിൽ നിന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തം. കലിതുള്ളി വന്ന കടൽ തകർത്തെറിഞ്ഞ ജിയോ ബാഗുകൾ തൃക്കണ്ണാട് കടപ്പുറത്ത് ചിന്ന ഭിന്നമായി കിടക്കുകയാണ്. തിരമാലകളുടെ ശക്തിയിൽ ചിതറിത്തെറിച്ച കരിങ്കല്ലുകൾ പലയിടങ്ങളിലായി കാണാം. മഴക്കാലത്ത് പ്രദേശത്തുണ്ടാകുന്ന തിരമാലകളുടെ ശക്തി വ്യക്തമാക്കുന്നതാണ് 2 വർഷം മുൻപ് തീരത്ത് തകർന്നു വീണ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അവശേഷിപ്പുകൾ. ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ജില്ലാ കലക്ടറും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി പ്രഖ്യാപനങ്ങൾ നടത്തിയതല്ലാതെ കടലാക്രമണത്തെ ചെറുക്കാൻ ഫലപ്രദമായി യാതൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന് തീരദേശവാസികൾ പറഞ്ഞു. അത് സംബന്ധിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല. കടൽക്ഷോഭം കഴിഞ്ഞ് ഒരുപാട് കരയെടുത്ത് നമുക്കെല്ലാം ഭീഷണിയാണ്. തീരദേശവാസികൾക്കെല്ലാം വളരെ ഭീഷണി. അപ്പൊ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല, നഷ്ടപരിഹാരങ്ങളും കൊടുക്കുന്നില്ല സർക്കാർ. ഇപ്പോ ഒരു ജില്ലാ കളക്ടർക്ക് മാക്സിമം 25 ലക്ഷം രൂപ വരെ മാത്രമേ താൽക്കാലിക സംവിധാനത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയൂ എന്ന് പറയൂ. അപ്പൊ അത് പ്രകാരം വീണ്ടും ആ ബാഗ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ താൽക്കാലിക സംവിധാനത്തിന്. പക്ഷെ ഇത് നമുക്ക് വേണ്ടത് സ്ഥിര സംവിധാനമാണ്. ഓരോ മഴക്കാലത്തും വീട് മാറി താമസിക്കേണ്ടതിന്റെ ദുരിതവും തീരദേശവാസികൾ പങ്കുവെച്ചു. പിന്നെ നമ്മൾ ദൂരെ പോയി താമസിക്കണം. ഗവൺമെന്റ് വന്നു പറയും നിങ്ങൾ അവിടെ പോയി താമസിക്കണം, ഇവിടെ താമസിക്കണം പറയും. എല്ലാ വർഷം ഡയലിയിൽ കൊല്ലത്തിലുണ്ട് ലോണ് മാറി കൊല്ലത്തിൽ. കോട്ടിക്കുളം ബേക്കൽ ഭാഗത്ത് മാത്രം 20ഓളം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണി ഭയന്നാണ് കഴിയുന്നത്. 3 വർഷം മുൻപ് ശക്തമായ രീതിയിൽ കടൽ കയറിയപ്പോൾ തീരദേശത്ത് താമസിക്കുന്ന 100 കണക്കിന് ആളുകൾ ചേർന്ന് സംസ്ഥാന പാത ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു. ചെറുക്കാൻ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഈ മഴക്കാലത്ത് തൃക്കണ്ണാട് കടപ്പുറത്തെ തീരദേശവാസികൾ നേരിടുന്ന ദുരിതം വിവരിക്കാനാവാത്ത വിധത്തിലാകും. അമൃത ന്യൂസ്, കാസർഗോഡ്. കൊച്ചി തീരപ്രദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. വാട്ടർ അതോറിറ്റിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രി ജില്ലയിലെത്തിയത്. പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം കരിങ്കൊടിയുമായി എത്തുകയായിരുന്നു. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇവിടെ നടന്ന പ്രതിഷേധങ്ങളോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പില്ല. 10 കിലോമീറ്റർ ദൂരം വരുന്ന ചെല്ലാനം മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു? 7.5 കിലോമീറ്റർ ടെട്രാപോഡ് ഉപയോഗിച്ച് സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തി കഴിഞ്ഞു. ശേഷിച്ച 3.5 കിലോമീറ്റർ ഉണ്ട്. അതിന് NCCR റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ വേറെ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി യോഗാ പരിശീലനം. കശ്മീർ മുതൽ കന്യാകുമാരി വരെ 8 ലക്ഷം കേന്ദ്രങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. UN ആസ്ഥാനത്തും വിവിധ ലോകരാജ്യങ്ങളിലും യോഗ സമുചിതമായി ആചരിച്ചു. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനുമെന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത യോഗാ സംഗമം നടന്നു. മികച്ച രീതിയിൽ വിശാഖപട്ടണത്ത് യോഗാ സംഗമം സംഘടിപ്പിച്ച ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും മന്ത്രി നര ലോകേഷിനെയും അഭിനന്ദിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. യോഗ വെറുമൊരു വ്യായാമമല്ല, അതൊരു ജീവിത രീതിയാണെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷത്തിൽ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. मी टू वी का ये भाव ही भारत की आत्मा का सार है. जब व्यक्ति अपने हित से ऊपर उठकर समाज की सोचता है, तभी पूरी मानवता का हित होता है. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരാഖണ്ഡ് പോലീസ് ലൈൻ മൈതാനിയിലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉധംപൂരിലെ മിലിറ്ററി സ്റ്റേഷനിൽ സൈനികർക്കൊപ്പവും യോഗാദിന പരിപാടിയിൽ പങ്കെടുത്തു. കർത്തവ്യ പഥിൽ യോഗാ ദിനാചരണത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കുചേർന്നു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ശോഭാ കരന്തലജെ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും യോഗാ പരിപാടിയിൽ പങ്കുചേർന്നു. യോഗാ സംഗമം പരിപാടിയുടെ ഭാഗമായി ഒരേ സമയം രാജ്യത്തെ 10 ലക്ഷത്തിലധികം സ്ഥലങ്ങളിലാണ് യോഗ സംഘടിപ്പിച്ചിരുന്നത്. ഡൽഹിയിൽ റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, കർത്തവ്യ പഥ് തുടങ്ങി 109 സ്ഥലങ്ങളിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
1-2 മണിക്കൂർ നേരത്തേക്കുള്ള വ്യായാമമുറ മാത്രമല്ല യോഗയെന്നും അത് ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരി ആശ്രമത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അമ്മ. ലോകജീവിതത്തിന്റെ വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരുപോലെ സഹായകമാണ് യോഗ. ഏത് ആധ്യാത്മിക മാർഗമായാലും അവയ്ക്കെല്ലാം യോഗ സഹായകമാണ്. ഏത് ദേശത്തായാലും ജാതി-മത വ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അന്താരാഷ്ട്ര യോഗാ ദിനം പോലുള്ള പരിപാടികൾ തീർച്ചയായും സഹായിക്കുമെന്നും അമ്മ പറഞ്ഞു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും മാനസികവും ബുദ്ധിപരമായ കഴിവുകളുടെ വികാസത്തിനും യോഗ ഏറ്റവും നല്ലതാണെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ആയുർവേദത്തെ പോലെ യോഗയും പുരാതന ഭാരതത്തിലെ ഋഷിമാരിൽ നിന്നും ലോകത്തിന് ലഭിച്ച അമൂല്യമായ വരദാനമാണ്. ശരീരമനുബുദ്ധികളുടെ ശരിയായ ക്രമീകരണത്തിലൂടെ അനന്തശക്തികളെ ഉണർത്താനും സ്വന്തം പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് യോഗ. ലോകജീവിതത്തിൽ നമ്മുടെ കാര്യക്ഷമതയും ആരോഗ്യവും മനസ്സിൻ്റെ പ്രസന്നതയും വളർത്താൻ യോഗ പ്രയോജനപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങളും മാനസിക രോഗങ്ങളും ഏറിവരുന്ന ഈ കാലത്ത് യോഗയുടെ പ്രസക്തി അനുദിനം വളരുകയാണ്. ഇന്ന് ആധുനിക മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ ജീവിതശൈലി കാരണം മനുഷ്യരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ആരോഗ്യമെന്ന രോഗമില്ലാതിരിക്കുക എന്നത് മാത്രമല്ല, ദീർഘനേരം ക്ഷീണമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷി, മനസ്സിൻ്റെ ശാന്തി, തെളിഞ്ഞ ഓർമ്മ, തെളിവുള്ള ബുദ്ധി, ഇതൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. ഇവയ്ക്കെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗ. യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുവാൻ അന്താരാഷ്ട്ര യോഗ ദിനം പോലെയുള്ള പരിപാടികൾ തീർച്ചയായും സഹായിക്കും. യോഗ 1-2 മണിക്കൂർ നേരത്തേക്കുള്ള വ്യായാമമുറ മാത്രമല്ല, അത് ധാർമ്മിക മൂല്യങ്ങൾ കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണ്. ലോകജീവിതത്തിൻ്റെ വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരേപോലെ സഹായമാണ് യോഗ. ഏത് ആധ്യാത്മിക മാർഗമായാലും അവയ്ക്കെല്ലാം യോഗ സഹായകമാണ്. ഏത് ദേശത്തായാലും മനുഷ്യപ്രകൃതിക്ക് കാര്യമായ വ്യത്യാസമില്ലാത്തതിനാൽ ജാതി-മത വ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ യോഗാ പരിശീലനവും ദിനാചരണവും നടന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിലായിരുന്നു അമൃതപുരി ആശ്രമത്തിലെ യോഗാ ദിനാചരണം. പുരാതന ഭാരതത്തിലെ ഋഷിമാരിൽ നിന്നും ലോകത്തിന് ലഭിച്ച അമൂല്യ വരദാനമാണ് യോഗ എന്ന ആശയത്തിൽ ഊന്നിയായിരുന്നു അമൃതപുരിയിലെ യോഗാ ദിനാചരണം. ഇന്ന് ആധുനിക മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ ജീവിതശൈലി കാരണം മനുഷ്യരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ആരോഗ്യമെന്നാൽ രോഗം ഇല്ലാതിരിക്കുക എന്നത് മാത്രമല്ല, ദീർഘനേരം ക്ഷീണമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷി, മനസ്സിന്റെ ശാന്തി, തെളിഞ്ഞ ഓർമ്മ, തെളിവുള്ള ബുദ്ധി, ഇതൊക്കെയാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. ഇവയ്ക്കെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗ. ഭാരതത്തിന്റെ ഈ അമൂല്യ സമ്പത്തിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലൂടെയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ അമൃതപുരിയിലെ യോഗാ ദിനാചരണം നടന്നത്. ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണ് യോഗയെന്ന് അമ്മ മക്കളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും മാനസികവും ബുദ്ധിപരമായ കഴിവുകളുടെ വികാസത്തിനും യോഗ ഏറ്റവും നല്ലതാണെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ആയുർവേദത്തെ പോലെ യോഗയും പുരാതന ഭാരതത്തിലെ ഋഷിമാരിൽ നിന്നും ലോകത്തിന് ലഭിച്ച അമൂല്യമായ വരദാനമാണ്. ശരീരമനുബുദ്ധികളുടെ ശരിയായ ക്രമീകരണത്തിലൂടെ അനന്തശക്തികളെ ഉണർത്താനും സ്വന്തം പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് യോഗ. ലോകജീവിതത്തിൽ നമ്മുടെ കാര്യക്ഷമതയും ആരോഗ്യവും മനസ്സിൻ്റെ പ്രസന്നതയും വളർത്താൻ യോഗ പ്രയോജനപ്പെടുന്നു. ആശ്രമത്തിലെ പ്രാർത്ഥനാ ഹാളിൽ നടന്ന യോഗാ പരിശീലനത്തിൽ അമൃതപുരിയിലെ സുരക്ഷാ ചുമതലയിലുള്ള CRPF, പോലീസ് ഉദ്യോഗസ്ഥർ, ആശ്രമത്തിലെ അന്തേവാസികൾ എന്നിവർ പങ്കെടുത്തു.
മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗ പരിശീലന പരിപാടിയിൽ അമൃതയോഗ കോർഡിനേറ്റർ ബ്രഹ്മചാരിണി ശോഭന യോഗാസനങ്ങൾ പരിശീലിപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. മാതാ അമൃതാനന്ദമയി മഠം, അമൃത വിദ്യാലയം, ആയുധ എറണാകുളം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊച്ചിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. വ്യായാമമല്ല, ജീവിത രീതിയാണ് യോഗയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS പറഞ്ഞു. യോഗാദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതാ അമൃതാനന്ദമയി മഠം, അമൃത വിദ്യാലയം, ആയുധ് എറണാകുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊച്ചിയിൽ യോഗാദിന പരിപാടികൾ നടത്തിയത്. മനസ്സിനെ നിയന്ത്രിക്കുകയാണ് യോഗയുടെ അടിസ്ഥാന തത്വമെന്നും മനസ്സ് ശരിയാകുമ്പോൾ ജീവിതം ശരിയാകുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS പറഞ്ഞു. യോഗ എന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്ക് ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് ശരിയായ ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതാണ്. ലൈഫ് സ്റ്റൈൽ അപ്പോൾ യോഗ ആണ് ശരിയായ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ പോകുന്നുണ്ടോ അതെല്ലാം പഠിക്കാൻ വേണ്ടി ഒരു പ്രൈം ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷണൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഈ യോഗ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആയുധ് അംഗം അശ്വിനി മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം വായിച്ചു. സ്വാമി അനഘാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ മഹനീയ സമ്പത്താണ് യോഗ. അത് ലോകത്തിന് നൽകാൻ സാധിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞു. നമ്മുടെ ഋഷിമാർ നമുക്ക് പകർന്നു നൽകിയ ആ അറിവിന്, സമ്പത്തിന് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഓരോ ഭാരതീയനും വാസ്തവത്തിൽ അഭിമാനിക്കാവുന്നതാണ്. ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യധികം പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗയിലൂടെ മനസ്സിനെയും ശരീരത്തിനെയും യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി ചടങ്ങിൽ ആശംസകൾ നേർന്നു. അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ വിവിധ യോഗാസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൃത്തം അവതരിപ്പിച്ചു. തുടർന്ന് യോഗ പ്രദർശനം നടത്തി. അമൃത ന്യൂസ്, കൊച്ചി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണം നടന്നു. സന്യാസി ശ്രേഷ്ഠരും യോഗ ട്രെയിനർമാരും യോഗാ പരിശീലനം നൽകി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ യോഗാ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് യോഗയെന്നും ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും സ്വാമി പറഞ്ഞു. സത്യത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ദർശനമാണ്, കലയാണ്, ശാസ്ത്രമാണ്. യോഗ ട്രെയിനർ വിപിന KK ക്ലാസിന് നേതൃത്വം നൽകി. കോട്ടയം പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന യോഗാ ദിനാചരണം ബ്രഹ്മചാരി യതീശ്വരാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. അമൃത യോഗ പരിശീലകരായ സുജാത MV, ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനവും നടന്നു. ബാലസംസ്കൃതി അംഗങ്ങളായ കുട്ടികളും രക്ഷിതാക്കളും അടക്കം 50ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മലപ്പുറം എടപ്പാൾ കുറ്റിപ്പാല ആശ്രമത്തിലും യോഗാ പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു. യോഗ ആചാര്യർ ശ്രീജേഷ് പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ മുഖ്യപ്രഭാഷണം നടത്തി. അയുധ് തിരുവല്ലയും തിരുവല്ല അമൃത വിദ്യാലയവും സംയുക്തമായാണ് തിരുവല്ല മഠത്തിൽ യോഗാദിനം ആചരിച്ചത്. യോഗാ പ്രദർശനം റിട്ടയർഡ് കമാൻഡന്റ് രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്വാമിനി ഭവ്യാമൃതപ്രാണ, അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശാന്തിദാമൃത ചൈതന്യ, ലതിക ജ്യോതിസ്, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അയുധ് പ്രവർത്തകരും അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും ചേർന്ന് യോഗാ പ്രദർശനം നടത്തി. പന്തളം അമൃത വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ജോയിന്റ് ഡയറക്ടറും പ്രകൃതി ചികിത്സാ വിദഗ്ധനുമായ ഡോക്ടർ സജീവ് പഞ്ചകൈലാസി യോഗാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിത്യജീവിതത്തിൽ യോഗയുടെ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി അഭിവന്ദ്യാമൃത ചൈതന്യ, സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ജയശ്രീ ശരത് എന്നിവർ സംസാരിച്ചു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃത വിദ്യാലയത്തിലും യോഗാ ദിനം ആചരിച്ചു. സജീവൻ കല്യാലത്തിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി യോഗാ ക്ലാസ് സംഘടിപ്പിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആചരിച്ച് അമൃത ടെലിവിഷൻ കുടുംബം. വൈറ്റ്ല സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് കൊച്ചി പ്രോഗ്രാം ഡിവിഷനിലെ ജീവനക്കാരും ന്യൂസ് വിഭാഗവും ചേർന്ന് യോഗാ ദിനം ആചരിച്ചത്. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറച്ച് സന്തോഷവും ശുഭാപ്തി വിശ്വാസവും വർദ്ധിപ്പിച്ച് ജീവിത സംതൃപ്തിയിലേക്കുള്ള പാത അത് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്
അമൃത ടെലിവിഷൻ കൊച്ചി വൈറ്റില സ്റ്റുഡിയോയിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചത്. Try to touch the elbows in front of the chest on the forward movement and touch the ears while moving up. Stretch the arm back in the backward movement and touch the sides of the trunk while coming down. അമൃത കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഡയറക്ടറും ഡീനുമായ ഡോക്ടർ യു കൃഷ്ണകുമാർ യോഗ നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഉറങ്ങിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ഉണർത്തിക്കാനും വല്ലാതെ വൈബ്രൻ്റ് ആയിട്ടുള്ള ശരീരഭാഗങ്ങളെ ഒരു പ്രോപ്പർ ഫ്രീക്വൻസിയിൽ സിങ്ക്രണൈസ് ചെയ്യാനും അതിന് ഒരു ശരിയായ രീതിയിലേക്ക് പ്രവർത്തിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ക്രിയകളാണ് ഈ ശിഥിലീകരണ ക്രിയകൾ. അപ്പോൾ ഏതൊരു യോഗചര്യയും ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചലനക്രിയകൾ അല്ലെങ്കിൽ ശിഥിലീകരണം എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ. യോഗ ഇൻസ്ട്രക്ടർമാരും അധ്യാപകരുമായ എം ദീപുമോൾ, ബി ജ്യോതിഷ്മയി, അപർണ നമ്പൂതിരി, ഹരികൃഷ്ണൻ PK എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗ പരിപാടികൾ നടന്നത്. അമൃത ടെലിവിഷൻ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ എന്നിവർ അതിഥികൾക്ക് സ്നേഹാദരം നൽകി. അമൃത ന്യൂസ്, കൊച്ചി. അമൃത ടിവിയുടെ തിരുവനന്തപുരം യൂണിറ്റും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. തിരുവനന്തപുരം കൈമനം മാതാമൃതാനന്ദമയി മഠത്തിൽ നടന്ന യോഗ പരിപാടിക്ക് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി നേതൃത്വം നൽകി. ഏകഭൂമി ഏക ആരോഗ്യത്തിനായി യോഗ എന്ന സന്ദേശം മുൻനിർത്തിയാണ് 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ 1,00,000 കേന്ദ്രങ്ങളിൽ നടന്ന യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് അമൃത ടിവിയും യോഗാ പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കൈമനം ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന യോഗ പരിപാടി സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. വലത് കൈ ഉയർത്തുക, വലത് കൈ പുറകിലേക്ക് വയ്ക്കുക, വീണ്ടും ഇടത് കൈ മുകളിലേക്ക് ഉയർത്തുക, സ്ട്രെച്ചപ്പ്, പുറകിലേക്ക് നോക്കിയിട്ട് 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക. സ്ട്രെച്ചപ്പ്, എക്സേൽ, കം ബാക്ക്, റിലാക്സ്. 45, bring it down. Again right leg. Once more. ഭാരതത്തിൻ്റെ തനതായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ യോഗചര്യ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ആക്കണമെന്ന് കോടിക്കണക്കിന് ജനങ്ങൾ പ്രതിജ്ഞ ചെയ്ത ദിവസം കൂടിയാണത്. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലുള്ള തലങ്ങളിലുള്ള ജനങ്ങളായിരുന്നാലും എല്ലാവർക്കും അനന്തമായ ഫലം, ഇൻഫിനിറ്റ് റിവാർഡ് ഉണ്ടാക്കുന്ന ഒരു ചര്യയാണ് യോഗ അഭ്യാസ്, യോഗ ആചരണം. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ബൗദ്ധികമായിട്ട് മാത്രമല്ല ആധ്യാത്മികമായ പുരോഗതിക്കും യോഗയുടെ ആചരണം നമുക്ക് ഫലം തരുന്നതാണ്. ഏത് ജീവിതത്തിൻ്റെ ഏത് തലത്തിലാണെന്ന് പറയുമ്പോൾ യുവാവാകട്ടെ, വൃദ്ധനാകട്ടെ, അതിവൃദ്ധനാകട്ടെ, രോഗിയാകട്ടെ, ദുർബലനാകട്ടെ, ഏത് അവസ്ഥയിലുള്ള ആളിനാലും ശരി ആചരിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകും. തുടർന്ന് നടന്ന യോഗാ പ്രദർശനത്തിന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി നേതൃത്വം നൽകി. അമൃത ടിവി തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസ് ജീവനക്കാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 50ഓളം പേർ യോഗാ പരിപാടിയിൽ പങ്കെടുത്തു. യോഗ അധ്യാപകരായ ബ്രഹ്മചാരി നിത്യാമൃതാനന്ദ ചൈതന്യ, ഗീതാദേവി തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. യോഗ പ്രദർശനത്തിന് മുന്നോടിയായി സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരിയെ അമൃത ടിവി ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ചീഫ് മാനേജർ വിമൽകുമാർ എസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അമൃത ടിവി സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാർ, പ്രമോ ചീഫ് മാനേജർ വിനോദ് വി, ടൈം സെയിൽസ് ഡെപ്യൂട്ടി മാനേജർ ഇന്ദുലേഖ VT തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ യോഗാ ദിനാചരണത്തിലും ലഹരിവിരുദ്ധ ക്യാമ്പയിനിലും പങ്കെടുത്ത് നടൻ മോഹൻലാൽ. യോഗാ ദിനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ലഹരിവിരുദ്ധ കേരളമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. യുവത്വത്തിന്റെ ഉണർവിനെ കെടുത്താനും അതുവഴി അവരുടെ ഭാവിയും കുടുംബത്തിന്റെ സ്വസ്ഥതയും തകർക്കാൻ മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കരുതെന്നും മോഹൻലാൽ പറഞ്ഞു. മേജർ രവി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. യോഗ ആചാരമല്ല, നിഷ്ഠയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. ബൊൽഗാട്ടി പാലസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 200ഓളം പേർ പങ്കെടുത്തു. എല്ലാവർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു.
ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 471 റൺസിന് പുറത്ത്. ജസ്വാളിനും ഗില്ലിനും പിന്നാലെ ഋഷഭ് പന്തും സെഞ്ചുറി തികച്ചു. 146 പന്തിൽ നിന്നാണ് ഋഷഭ് സെഞ്ചുറി നേടിയത്. 3-ന് 430 എന്ന ശക്തമായ നിലയിൽ നിന്ന് ഇന്ത്യ വെറും 41 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെയാണ് അവസാനത്തെ 7 വിക്കറ്റുകൾ നഷ്ടമായത്. ഇംഗ്ലണ്ടിനായി ജോഷ് ടഗും ബെൻ സ്റ്റോക്സും 4 വിക്കറ്റ് വീതമെടുത്തു. 8 വർഷത്തിനു ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ കരുൺ നായർ ഡക്കായി.